ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, പലപ്പോഴും പൊതുസ്ഥലങ്ങളിൽ സ്വയംഭോഗം ചെയ്യുന്ന പല യുവാക്കളുടെയും വീഡിയോകൾ നമ്മൾ കണ്ടിട്ടുണ്ട്. മുമ്പൊരിക്കല് ഒരു KSRTC ബസ്സിനകത്താണ് ഒരു സവാദ് എന്ന് പറയുന്ന യുവാവ് ഒരു പെണ്ണിനെ നോക്കി ഇരുന്ന് സ്വയംഭോഗം ചെയ്തു. ആ പെണ്ണത് കയ്യോടെ പൊക്കിയപ്പോൾ ഇവൻ KSRTC ബസ്സിൽ നിന്ന് ഇറങ്ങി ഓടി. അപ്പോൾ ആളുകളൊക്കെ പറഞ്ഞു, ഈ പെണ്ണിന്റെ വേഷം കണ്ടോ? അതിന്റെ വേഷം എന്ന് പറഞ്ഞാൽ അതിന്റെ ശരീരത്തിന്റെ വടിവുകൾ കാണുന്ന രൂപത്തിലുള്ളതാണ്. ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ പിന്നെ പുരുഷൻ കയറി പിടിക്കില്ലേ? പുരുഷന് പിടിക്കാതിരിക്കാൻ തോന്നുമോ? അപ്പോൾ അവളുടെ വേഷമാണ് കാരണം. അവൾ അങ്ങനത്തെ മോശക്കാരി ആയതുകൊണ്ടാണ്, പുരുഷന്മാരെ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടി ഇറങ്ങിത്തിരിക്കുന്നതാണ് എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഒരുപാട് ആളുകൾ ആ പെൺകുട്ടിയെ എടുത്ത് വിമർശിച്ചത്. ഒരു വിഭാഗം ആളുകൾ ചോദിച്ചു, ആ പെണ്ണിനോട് വീഡിയോ ഉണ്ടോ? നമുക്ക് എപ്പോഴും വേണ്ടത് ഡിജിറ്റൽ തെളിവുകളാണ് വേണ്ടത്. അത് നീ വീഡിയോ പിടിച്ചോ എന്നാ ചോദിച്ചത്. അല്ല, ഇവനിത് കുലുക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് പെട്ടെന്ന് പോയിട്ട് ഈ പെൺകുട്ടിക്ക് ഫോൺ എടുത്ത് വീഡിയോ പകർത്തി. അതൊക്കെ എല്ലായ്പ്പോഴും സാധ്യമല്ല എന്നത് ഒന്ന്. രണ്ടാമത്തെ കാര്യം, ഒരു ബസ്സിനകത്ത് മുലയുരച്ചൊരുത്തനെ കൊന്ന ഒരുത്തി. പിന്നീട് ആ ഷിംജിത എന്ന് പറയുന്ന അവളെ പൊക്കിക്കൊണ്ട് നടക്കാൻ ആളുണ്ടായിരുന്നു. KSRTC ബസ്സിനകത്തിരുന്ന് ഒരു പെണ്ണിന്റെ ശരീരം നോക്കി സ്വയംഭോഗം ചെയ്ത സവാദടിയൻ ജയിലിൽ നിന്നും ഇറങ്ങിയപ്പോൾ അവനെ പൂമാലയിട്ടാണ് പുരുഷ സംഘം, അതിന്റെ സംഘടനയുണ്ട്, അവര് പുരുഷ കമ്മീഷൻ അല്ലെ, അവര് സ്വീകരിച്ചത്. അതായത് ഇനിയും ഇതുപോലെയുള്ള സവാദടിയന്മാരുണ്ടാകട്ടെ, ഒരു പ്രോത്സാഹനം. അത് കഴിഞ്ഞപ്പോഴാണ് അമ്മിഞ്ഞ ഒരച്ചു ബസ്സിനകത്ത് ഒരുത്തനെ കൊല്ലുന്നത്. ദീപക് അവന് മാനഹാനി ഉണ്ടായതിൽ ഭയന്ന്. കാരണം അവന് അമ്മയും പെങ്ങളുമുണ്ട്, അവന് മകളുണ്ട്, ഭാര്യയുണ്ട്, അവന് സഹോദരങ്ങളുണ്ട്, സുഹൃത്തുക്കളുണ്ട്. അവരുടെയൊക്കെ മുമ്പിൽ ഇനി ഇറങ്ങി അവന് നടക്കണ്ടേ? അതുകൊണ്ട് ഇവൾ അമ്മിഞ്ഞയിൽ ഒരച്ചു എന്ന് പറഞ്ഞിട്ട് സ്ക്രിപ്റ്റഡ് ആയിട്ടുള്ള ഒരു വീഡിയോ ഉണ്ടാക്കി. പിന്നീട് അത് സ്ക്രിപ്റ്റഡ് ആണ് എന്ന് തെളിയുകയും ചെയ്തു. ആ വീഡിയോ യഥാർത്ഥത്തിൽ പോലീസ് പരിശോധിച്ചപ്പോൾ അമ്മിഞ്ഞയുടെ 7 അയലത്ത് പോലും ശരിക്കു പറഞ്ഞാൽ ആ പയ്യന്റെ കൈ വന്നിട്ടില്ല എന്ന് പോലീസിന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിലാണ് ആ കേസ് എങ്ങുമല്ലാതെ രൂപത്തിൽ പോയത്. അത് കഴിഞ്ഞപ്പോഴാണ് കുറെ ഉസ്താദുമാര്, ഒരു ഗ്രൂപ്പ് ഓഫ് ഉസ്താദുമാര് ട്രെയിനിനകത്ത് വന്നു കയറുന്നു. ഒരു പെണ്ണിന്റെ അടുത്ത് വന്നിട്ട് ഒരു 10, 28, 30 വയസ്സ് തോന്നിക്കുന്ന ഒരു ഉസ്താദ് വന്നിരിക്കുന്നു. ഉടനെ ആ പെണ്ണിന്റെ തോളിന്റെ ഭാഗം കാണുന്നു, കഴുത്തിന്റെ ഭാഗം കുറച്ചൊന്ന് കാണുന്നു, വയറിന്റെ ലേശം കാണുന്ന ഉടുപ്പിട്ടിരിക്കുന്നു. ഉടനെ തന്നെ ഒറ്റമുണ്ടിനകത്തുനിന്ന് ലിംഗം ഒരിളക്കം. ഉസ്താദ് അവിടെ നിന്നങ്ങോട്ട് സ്വയംഭോഗം ചെയ്തു. ആ പെണ്ണ് കൃത്യമായിട്ട് അത് വീഡിയോയിൽ അയാൾ അറിയാതെ പകർത്തുകയും ചെയ്തു. അപ്പോൾ ആളുകൾ ചോദിച്ചത്, നിനക്ക് നാണോ ഇല്ലേ എന്നാ? ഈ പെണ്ണിനോടാ ചോദിച്ചത്. നീ ഈ രൂപത്തിലുള്ള വസ്ത്രം ധരിച്ചിട്ട് ചെന്നാൽ ഉസ്താദ് അത് ചെയ്യാതിരിക്കുവോ? പുരുഷൻ അത് ചെയ്യില്ലേ? പുരുഷന് കാണുന്തോറുമാണ് ആസക്തി ഉണ്ടാകുന്നത് എന്ന് ഇവിടുത്തെ മുസ്ലിം പ്രഭാഷകരായിട്ടുള്ള വനിതകളടക്കം വിളിച്ചു പറയുക. ആ സാഹചര്യത്തിലാണ് ഈ പെണ്ണ് വീഡിയോ കൂടി പകർത്തുന്നത്. കാണോ ഇല്ലേ വീഡിയോ പകർത്താനെന്ന്? കണ്ടോ? അമ്മയെ കൊന്നാലും അമ്മയെ തല്ലിയാലും 2 ഭാഗം പറയുന്ന, 2 പക്ഷം പറയുന്ന ആളുകളാണ് നമ്മുടെ നാട്ടില്. മറ്റത് KSRTC ബസ്സിനകത്ത് വെച്ച് സവാദടിയനെ പിടിക്കാത്തത് എന്താണ് എന്ന് ചോദിച്ച ഒരു പക്ഷം. ഇത് വീഡിയോ പിടിച്ചപ്പോൾ എന്തുകൊണ്ടാണ് നീ വീഡിയോ പിടിച്ചത് എന്ന് ചോദിച്ച മറുപക്ഷം. ഇതാണ് നമ്മുടെ നാടിന്റെ ഒരു രീതി. ഇതുപോലെയുള്ള പീഡകന്മാരെ വളർത്തിക്കൊണ്ടുവരുന്ന വനിതാ മുസ്ലിം പ്രഭാഷകര് പറയുന്നതൊന്ന് കേട്ടു നോക്കിക്കേ. എന്തുകൊണ്ടാണ് ഇവർ പബ്ലിക്കിൽ ഇങ്ങനെ? നിങ്ങൾക്ക് മനസ്സിലാവും. മാറ്റങ്ങളുണ്ട്, അവർക്ക് ശാരീരികപരമായ വ്യത്യാസങ്ങളുണ്ട്. ഒരു പുരുഷന്റെ സെക്ഷുവാലിറ്റി എന്ന് പറയുന്നത്, ഒരു പുരുഷന്റെ ലൈംഗിക തൃഷ്ണ എന്ന് പറയുന്നത് കാഴ്ചയാണ്. നഗ്നതയും അർദ്ധനഗ്നതയും കൊണ്ട് പുരുഷന്മാരുടെ ഹൈപ്പോതലാമസ് എന്ന ലൈംഗിക ഗ്രന്ഥി ഉത്തേജിപ്പിക്കപ്പെടുകയും അവിടെ ടെസ്റ്റോസ്റ്റിറോൺ എന്ന ഹോർമോണുകൾ, ലൈംഗിക ഹോർമോണുകൾ ഉൽപ്പാദിപ്പിക്കപ്പെടുകയും ചെയ്യും. എന്നാൽ സ്ത്രീയുടെ ശാരീരികാവസ്ഥ, ജൈവികാവസ്ഥ അങ്ങനെയല്ല. സ്ത്രീകൾക്ക് അങ്ങനെ കാഴ്ച കൊണ്ട് അവർക്ക് ലൈംഗിക മോഹം ഉണ്ടാവുകയില്ല. ഇങ്ങനെ ഉൽപ്പാദിപ്പിക്കപ്പെടുന്ന പുരുഷ ഹോർമോണുകൾ, ടെസ്റ്റോസ്റ്റിറോണുകൾ പുരുഷ ശരീരത്തിൽ അടിഞ്ഞുകൂടുമ്പോൾ അത് തനിക്ക് ഉത്തേജിപ്പിക്കപ്പെടുന്ന വസ്തുവിനെ ആക്രമിക്കാനും കീഴടക്കാനുമുള്ള ഒരു ടെൻഡൻസി, അക്രമവാസന പുരുഷ ശരീരത്തിൽ ഉണ്ടാവുന്നു. അങ്ങനെ ഉണ്ടാവുന്ന ആ ഒരു ഘട്ടത്തിൽ, ആ ഒരു അവസ്ഥയിലേക്കാണ് സ്ത്രീയെയും പുരുഷനെയും, ആൺകുട്ടിയും പെൺകുട്ടിയും ഒന്നിച്ചിരുത്തണമെന്ന ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ ഗവൺമെന്റ് മുന്നോട്ട് വന്നത്. എന്നാൽ നമുക്ക് പറയാനുള്ളത് ഇതൊന്നുമല്ല നമുക്ക് വേണ്ടത്. ഇതൊന്നും
നമുക്കിതൊന്നുമല്ല വേണ്ടത്, സ്വയംഭോഗമല്ല നമുക്ക് വേണ്ടത്. 72 മാറിടം തൊടുത്ത ഹൂറികളെ അള്ളാഹു അവിടെ കണ്ടുപിടിച്ചു തരും. അള്ളാഹു അവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. ഞാനത് പറയാൻ കാരണം, ഇന്നലെ വലിയ രൂപത്തിൽ ഒരു വാർത്തയുണ്ടായിരുന്നു. ഒരു സ്ത്രീ പബ്ലിക് എടുത്ത് ഒരാൾ നിന്ന് സ്വയംഭോഗം ചെയ്യുന്നു. പൊതുസ്ഥലമായതുകൊണ്ട് ആ പെൺകുട്ടി അത് വീഡിയോ പകർത്തി കൃത്യമായിട്ട് ഇൻസ്റ്റാഗ്രാമിൽ പോസ്റ്റ് ചെയ്യും. പ്രഭാതത്തിൽ നടക്കാൻ പോകുമ്പോൾ തികച്ചും വളരെ വലിയ രൂപത്തിൽ മാനസികമായി അസ്വസ്ഥതയുണ്ടാക്കുന്ന ചില കാഴ്ചകൾ കണ്ടു എന്നും അത് കണ്ടാൽ ആരാണ് പതറിപ്പോകാത്തതെന്നും ആ ദിവസത്തെ തന്നെ നഷ്ടപ്പെട്ടു പോകുമെന്നും ആ ദിവസം മുഴുവനും മാനസിക അസ്വസ്ഥതകൾ തന്നെ വേട്ടയാടുമെന്നുമാണ് ആ സ്ത്രീ തന്നെ പറയുന്നത്. ഹൈദരാബാദിൽ നിന്നാണ് ഒരു യുവതി അതിരാവിലെ അവർ പതിവ് നടക്കാൻ വേണ്ടിയിട്ട് ഇറങ്ങിയതാണ്. ആ സമയത്തുണ്ടായ മനസ്സിനെ അസ്വസ്ഥപ്പെടുത്തുന്ന ഒരു കാഴ്ച സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചു. അറിയാമല്ലോ നമ്മുടെ പൊതുബോധം എങ്ങനെയാണെന്ന്. ആ പെണ്ണിനെയാണ് വേട്ടയാടാൻ ഏറ്റവും കൂടുതൽ ആളുകൾ കമന്റ് ബോക്സിൽ നിറഞ്ഞൊഴുകിയത്. കഴിഞ്ഞ 26-ാം തീയതിയാണ് തൻ്റെ രാവിലെയുള്ള ഓട്ടത്തിനിടയിൽ വഴിയരികിൽ വെച്ചൊരു യുവാവ് തന്നെ നോക്കി സ്വയംഭോഗം ചെയ്തതായിട്ട് അവർ കണ്ടത്. യുവതി വളരെ കൃത്യമായിട്ട് ഇത് ഫോണിൽ പകർത്തി വീഡിയോ ആക്കി. ഏതാണ്ട് ഒരു ദിവസം കൊണ്ട് തന്നെ ഒരു 4 ലക്ഷം ആളുകളോളം ഈ വീഡിയോ കണ്ടു. അസ്വസ്ഥകരമായിട്ടുള്ള ആ സംഭവം തന്നെ അക്ഷരാർത്ഥത്തിൽ ഞെട്ടിച്ചു എന്നാണ് അവർ മാധ്യമങ്ങളോട് പറഞ്ഞത്. അപ്രതീക്ഷിതമായിട്ടുള്ള ഈ സംഭവമായതുകൊണ്ട് തന്നെ യുവാവിന്റെ മുഖം ചിത്രീകരിക്കാൻ എനിക്ക് സാധിക്കില്ല എന്ന് പറയുന്നു. കാരണം അയാൾക്കുമുണ്ടല്ലോ കുടുംബം. അങ്ങനെ കൊക്കപ്പേട്ട് നർസിംഗി സൈക്കിൾ ട്രാക്ക് പ്രവേശന കവാടത്തിനും അതുപോലെ സൈക്കിൾ വാടകയ്ക്ക് നൽകുന്ന സ്ഥലത്തിനും ഇടയിൽ ഏകദേശം 3 കിലോമീറ്റർ ദൂരത്തിനിടയിലാണ് ഈ സംഭവം നടക്കുന്നത്. രാവിലെ സൈക്കിൾ ട്രാക്കിൽ അത്യാവശ്യം തിരക്കുണ്ടായിരുന്നു. ഏകദേശം 29-30 വയസ്സ് പ്രായം തോന്നിക്കുന്ന ഇരുണ്ട നിറവും ചുരുണ്ട മുടിയുമുള്ള ഒരാൾ തന്നെ തുറിച്ചു നോക്കി സ്വയം വിറപ്പിക്കുന്നത് കണ്ടു. അപ്പോഴാണ് ആളെ ശ്രദ്ധിച്ചത്. അപ്പോൾ കൃത്യമായിട്ട് അയാൾ തന്നെ നോക്കി സ്വയം ഭോഗം ചെയ്യുവാണ് എന്ന് പെണ്ണിന് മനസ്സിലായി. അത് ഒരു പൊതുസ്ഥലത്ത് വെച്ച് അസ്വസ്ഥകരമായിട്ടുള്ള ആ കാഴ്ച പകർത്താൻ വേണ്ടി മൊബൈൽ ക്യാമറ ഓണാക്കി. പക്ഷേ പിന്നീട് അയാൾ പുറം തിരിഞ്ഞു നിന്നിട്ടാണ് അദ്ദേഹം അത് പൂർത്തിയാക്കിയത്. എന്നിട്ട് കുറ്റിക്കാട്ടിലേക്ക് കയറിയെന്നാണ് ഇൻസ്റ്റഗ്രാമിൽ അവർ വീഡിയോ പങ്കുവെച്ചിട്ട് പറയുന്നത്. അവരുടെ വാക്കുകളിലൂടെ തന്നെ നമുക്കത് കേൾക്കാം. I was running and this is like 6 o'clock and at 6:15 this guy was jerking off right at the cycle track. It's crowded. If you're from Hyderabad, you would know this cycling track is extremely crowded. I was morning, like I wish my camera would have opened like 2 milliseconds earlier. I could have shown his face. This guy was jerking off right in front of me and now he left. But asshole. What else am I supposed to wear? I'm fucking running. And I don't even come before sunrise. I come always after sunrise. I check the sunrise time and I start at that time. Because I don't feel feeling safe in an auto or in a bike wearing running clothes. Because these auto walas and bike walas will keep staring. അതായത് ഇവര് ഫോൺ എടുത്തത് കണ്ടപ്പോഴാണ് അവൻ തിരിഞ്ഞു നടക്കാൻ തുടങ്ങി. തിരിഞ്ഞു നിന്നത് കംപ്ലീറ്റ് ചെയ്തിട്ട് കാട്ടിലേക്ക് കയറിപ്പോയി എന്നാ പറയുന്നത്. ഇസ്ലാമികമായി നോക്കിയാൽ മുസ്ലിം പുരുഷനു മാത്രമേ സ്ത്രീയെ നോക്കുമ്പോഴേക്ക് ടെസ്റ്റോസ്റ്റിറോണിന്റെ ഒക്കെ പ്രശ്നം വരുന്നുള്ളൂ. അങ്ങനെ തോന്നുന്നത് എനിക്ക് മാത്രമാണോന്നറിയില്ല. ഈ ഓഡിയോ കേട്ട് നോക്കുമ്പോൾ നിങ്ങൾക്കും ചിലപ്പോൾ തോന്നും. ബലാത്സംഗങ്ങൾ വർദ്ധിക്കാനുള്ള കാരണത്തെക്കുറിച്ച് പഠിച്ചിട്ടുള്ള എല്ലാ മനഃശാസ്ത്രന്മാരും പറയുന്നത്, ഇപ്പൊ നിങ്ങൾക്കറിയോ 5 വയസ്സുള്ള പെൺകുട്ടികൾ വരെ ബലാത്സംഗം ചെയ്യപ്പെടാനുള്ള ഒരു കാരണം ആധുനിക ഫാസ്റ്റ് ഫുഡുകള്, അതായത് ആധുനിക ഭക്ഷണങ്ങൾ കഴിച്ചിട്ട് തടിച്ചു വെളുത്ത പെണ്ണ്. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും? ഇവിടെ ഇങ്ങോട്ട് കാണിക്കുന്ന ഡ്രസ് ഇടും. ഇന്ന് മക്കളെയൊക്കെ എടുത്തിട്ടൊരു സ്ത്രീ ട്രെയിനില്ലേ, ഞാൻ പറയുന്നത് നിങ്ങൾ സയൻസ് പറയണ പഠിക്കണം. അന്ത ഈ കൈത്തന്റെ ഒക്കെ കാണിച്ച് കക്ഷമൊക്കെ കാണിച്ച് എല്ലാം കാണിച്ചിട്ടൊരു പെണ്ണ് പുരുഷനെ പറ്റി പഠിച്ചിട്ട് പറയുന്നത് അവന്റെ ഹോർമോൺ സ്ത്രീയേക്കാൾ 10 ഇരട്ടി ഉയർന്നു നിൽക്കും. ആ ഹോർമോൺ ഹൈയിലേക്കെത്ത എങ്ങനെ അറിയോ? കാഴ്ച കാണും തോറുമാണ്, സ്ത്രീയുടെ സൗന്ദര്യം കാണും തോറുമാണ്. അത് കാണും തോറും വികാരത്തിന്റെ സമ്മിറ്റിലേക്ക് അവൻ എത്തും. അങ്ങനെ എത്തുമ്പോ പിന്നെ അവനൊരു വികാര ജീവിയാണ്.
അവന്റെ ഞാൻ പ്രേമത്തിന്റെ ആരാധകനായ ഒരു വികാര ജീവിയാണ്. വിവേകം ബ്രെയിൻ നഷ്ടപ്പെടും. പിന്നെ അവനോട് പറയുന്ന മെസ്സേജ് എന്നറിയോ? 5 വയസ്സുള്ള പെൺകുട്ടിയെ പറ്റി അവന്റെ മനസ്സിലെന്നറിയോ? പെണ്ണേ, എന്റെ ആവശ്യം പൂർത്തീകരിക്കാൻ പറ്റിയ ഇറച്ചി കഷ്ണമാണ് നീ. അതുകൊണ്ടാ പിടിച്ചോണ് അധ്യാപകർ വരെ കുട്ടികളെ പിടിക്കണത്. എന്തുകൊണ്ടാ? നിങ്ങൾ ശരിക്കും, ഞാൻ ആരെയും നിരപരാധിയാക്കല്ല, നമ്മുടെ മക്കളെ നമ്മൾ ഇടിയിക്കുന്ന ഇതൊക്കെ കണ്ടാൽ എങ്ങനെയാണ് പ്രതികരിക്കാതിരിക്കുക? അപ്പോ മുസ്ലിം സ്ത്രീകൾ മുഴുവനും അപ്പിക്കുപ്പായത്തിനകത്ത് ഇറങ്ങിക്കഴിഞ്ഞാൽ ഇവരുടെ ഹൈപ്പോതലാമസും ടെസ്റ്റോസ്റ്റിറോണും ഒക്കെ എവിടെ പോയി നിൽക്കും? അപ്പോഴും കാഫിറായിട്ടുള്ള പെണ്ണുങ്ങൾ ഇവരുടെ കണ്ണിൽ നിന്നും ഇവരുടെ കാമഭ്രാന്തിൽ നിന്നും രക്ഷപ്പെടുമോ? അതിന്റെ അർത്ഥം എന്താ? അതുകൊണ്ടാണ് പറയുന്നത്, ലോകം മുഴുവനും ഇസ്ലാമിന്റെ കാൽ കീഴിലാകുന്നത് വരെ നിങ്ങൾ അവരോട് യുദ്ധം ചെയ്യണം. അങ്ങനെ വന്നു കഴിഞ്ഞാൽ പിന്നെ മുസ്ലിങ്ങൾ മാത്രമേ ഉണ്ടാകത്തുള്ളൂ. ഇന്ന് അഫ്ഗാനിൽ കാണുന്നത് പോലെ കറുത്ത ചാക്കുകൾ മാത്രമേ വീല് വെച്ചിട്ട് ഓടത്തുള്ളല്ലോ. അതാണ് ഇവരുടെ ലക്ഷ്യവും. അല്ലെങ്കിൽ നിങ്ങളൊന്ന് ചിന്തിച്ചു നോക്കിക്കേ, മുസ്ലിം പുരുഷന്മാരുടെ വിശ്വാസ പ്യൂരിറ്റിയും സ്വഭാവ പ്യൂരിറ്റിയും സംരക്ഷിക്കുന്നതിനു വേണ്ടി പെണ്ണ് പൊതിയണം എന്ന് പറയുന്ന രീതി, ഇത് ഏതു കോത്താഴത്ത നിയമമാണ്? അതിനനുകൂലമായിട്ട് മുസ്ലിം സ്ത്രീകൾ ഇറങ്ങിത്തിരിക്കുന്നു. ആണുങ്ങളെ കൺവിൻസ് ചെയ്യേണ്ടതിന് പകരം പെണ്ണുങ്ങളെ കൺവിൻസ് ചെയ്യാം. പെണ്ണുങ്ങളെ നിങ്ങളുടെ ശരീരഭാഗം കാണുമ്പോൾ പുരുഷൻ ഒന്നുകിൽ കയറി പിടിക്കാൻ തോന്നും. ഒറ്റയ്ക്കാണെങ്കിൽ കയറി പിടിക്കും. കൂട്ടത്തോടു കൂടിയാണെങ്കിൽ അവർ നിങ്ങളെ നോക്കി സ്വയം ഭോഗം ചെയ്യും. അതിന്റെ കാരണക്കാര് നിങ്ങളാണെന്ന്. പട്ടിക്ക് പേ പിടിച്ചാൽ അടിച്ചു കൊല്ലണം. അല്ലാതെ അവിടുത്തെ സഞ്ചാര സ്വാതന്ത്ര്യം നിഷേധിക്കപ്പെട്ട് ക്വാറന്റൈൻ പ്രഖ്യാപിക്കുകയല്ല ചെയ്യേണ്ടത്. ഇപ്പോൾ ചൂടുകൂടി പാമ്പിറങ്ങി ആളുകൾ ഇറങ്ങരുത് എന്നാണോ പറയുന്നത്? ആ പാമ്പിനെ കെയർഫുൾ ആയിട്ട് നമ്മൾ സൂക്ഷിച്ച് മുന്നോട്ട് പോകണം, അല്ലേ? പാമ്പ് പിടുത്തക്കാരെ വിളിക്കണം. അത് കടിയേറ്റ് കഴിഞ്ഞാൽ നേരെ ആശുപത്രിയിലേക്ക് പോകണം. പാമ്പ് വരാതിരിക്കാനുള്ള സംവിധാനങ്ങൾ, വേണ്ടുന്ന പ്രിക്കോഷൻസ് നമ്മൾ സ്വീകരിക്കണം. അതൊക്കെ തന്നെയല്ലേ ബുദ്ധിയുള്ള ഒരു ജനത ചെയ്യുന്നത്? ഇവർക്ക് ബുദ്ധിയില്ലാത്തത് കൊണ്ടാണോ അതോ പുരുഷന്മാരെ സംരക്ഷിക്കുന്നതിന് വേണ്ടി സ്ത്രീകൾ ഇങ്ങനെ ഇറങ്ങിത്തിരിക്കുകയാണോ എന്നറിയില്ല. നന്ദി.